ശ്രീ അബിൻ വർക്കി, വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത്. പോലീസിന്റെ ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിൽ എംപിയുടെ മുഖത്ത് മൂക്കിൽ പരിക്കേറ്റിരിക്കുന്നു. രക്തം അദ്ദേഹത്തിന്റെ കൈകളിലും മുഖത്തുമൊക്കെ രക്തം വലിയ തോതിൽ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ. എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പോലീസ് ലാത്തിച്ചാർജിനെ കുറിച്ച്? അല്ല, ഇത് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രക്ഷോഭവും വലിയ സ്വർണം കട്ടലിന്റെ വാർത്തകളും നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് ജനപ്രതിനിധി അടക്കമുള്ള ഏറ്റവും മുതിർന്ന നേതാക്കന്മാരടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ബോഡി ഷെയ്മിംഗ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ബോഡി അറ്റാക്കിലേക്ക് CPM-ഉം പോലീസും കടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ ഏറ്റവും വിസിബിൾ ആയ ആ നാട്ടിലെ ഒരു ജനപ്രതിനിധിയെ പോലീസ് ഒന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമല്ലേ? ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് ഒരു ജനപ്രതിനിധിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഈ വിഷയത്തിൽ അത് പേരാമ്പ്രയിൽ മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോളേജുകളിലെല്ലാം SFI വലിയ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കഴിഞ്ഞ കുറെ നേരമായിട്ട് അവിടെ വലിയ ആക്രമണമാണ്. 1 മണിക്കൂറോളമാണ് പോലീസ് അവിടെ ലാത്തിചാർജ് നടത്തിയത്, പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികളെ ലാത്തിചാർജ് നടത്തിയത്. ഇതിന് തുടർച്ചയായി മലബാറിലെ കേൾക്കാം, തുടരൂ. പല ഭാഗങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുമ്പോൾ ഒരു ജനപ്രതിനിധിയെ തന്നെ പോലീസും CPM പ്രവർത്തകരെ ആക്രമിച്ച് ഈ വിഷയത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ മാറ്റാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ 10 മണിക്ക് തന്നെ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതിശക്തമായ പ്രതിഷേധം. പോലീസ് ലാത്തി ഉപയോഗിച്ച് CPM-ന്റെ ഇംഗിതത്തിന് വഴങ്ങി ജനപ്രതിനിധികളെ ആക്രമിച്ച് ഇവിടെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഇത് അന്തിമ കളിയാണ്. ഇത് CPM-ന്റെ അന്തിമ കളിയാണ്. ഈ കളി വെച്ചുപൊറിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങളും തയ്യാറല്ല. ഞങ്ങൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ രേഖപ്പെടുത്തും. അതായത് അബിൻ, ഒരു നിമിഷം കൂടി, ഈ പരിക്കേറ്റതിന് ശേഷം ഷാഫി പറമ്പിൽ പറഞ്ഞത് ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടത് മറച്ചു പിടിക്കാൻ CPM ശ്രമിക്കേണ്ടെന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. സർക്കാരിനെതിരായിട്ട് നടത്തുന്ന പ്രതിഷേധങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് അല്ലേ? ാണല്ലോ സംഭവിച്ചത്. ശ്രീ ഷാഫി പറമ്പിൽ, അതുപോലെ DCC പ്രസിഡന്റായ ശ്രീ K പ്രവീൺകുമാർ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി PK രാഗേഷ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ഏറ്റവും അറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിലെ നേതാക്കന്മാരെയാണ് അവിടെ വളഞ്ഞടിച്ച് ആക്രമിച്ചത്, ഗ്രനേഡ് എറിയുന്നത്, കണ്ണീർവാതകം എറിയുന്നത്. CPM-ഉം പോലീസും ചേർന്ന് ആക്രമിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ കൃത്യമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വന്നതോടുകൂടി CPM-ന്റെ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരൊക്കെ ആ മോഷണ പരമ്പരകളിൽ പങ്കുകൊണ്ടുവന്ന് ഇന്ന് ദേവസ്വം ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോ കേരളത്തിൽ മുഴുവൻ അയ്യപ്പന്റെ സ്വർണം കട്ട വളരെ നന്ദി അബിൻ വർക്കി പ്രതികരിച്ചതിന്.